ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കിഡ്സ്. സോ ടുഡേ നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഡെയിലി ലൈഫ്സിൽ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് യൂസ്ഫുൾ സെൻറ്റൻസസ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മൂവ് ചെയ്യുന്നത് ഡിറക്ഷൻസിലേക്കാണ്. ഡിറക്ഷൻ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇപ്പം നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടുന്ന് എത്ര ദൂരമുണ്ട് മെട്രോയിലേക്ക് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഇസ് ദ മെട്രോ? ഇനി ഇതാണോ മെട്രോയിലേക്കുള്ള ശരിയായ വഴി എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഇസ് ദിസ് ദ റൈറ്റ് വേ ടു ദി മെട്രോ? എന്തോരം ദൂരമുണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഇസ് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ? പുതിയ മോളിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഇസ് ദ ന്യൂ മോൾ? അടുത്തുള്ള ഗ്രോസറി എവിടെയാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വേർ ഇസ് ദ നിയറസ്റ്റ് ഗ്രോസറി? നിങ്ങൾ വേറൊരു സിറ്റുവേഷനിലാണ് കേട്ടോ, ഷോപ്പിങ്ങിന് പോയേക്കാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരുന്ന കുറച്ച് ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഒരു സാധനത്തിന് എത്രയാണ് വില എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? ഇതിന് എത്രയാണ് വില വരുന്നത്? നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാനൊരു കടയിൽ പോയേക്കാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ എന്നെങ്ങനെ ചോദിക്കും? കെൻ ഐ ട്രൈ ദിസ് ഓൺ? അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയേക്കാണ്, ഇതൊന്ന് ഞാൻ ഇട്ട് നോക്കിക്കോട്ടെ ഈ കമ്മൽ, കെൻ ഐ ട്രൈ ദിസ് ഓൺ? കെൻ ഐ ട്രൈ ദിസ് ഇയർ റിംഗ് ഓൺ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി ഡിസ്കൗണ്ട് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് തരുമോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? കെൻ ഐ ഗെറ്റ് എ ഡിസ്കൗണ്ട്? കെൻ ഐ ഗെറ്റ് എ ഡിസ്കൗണ്ട്? നമ്മൾ വാങ്ങാൻ പോയ സാധനം നമ്മൾ വിചാരിച്ച സൈസിലില്ല. ഇനി വേറെ സൈസിൽ ഇതുണ്ടോ അല്ലെങ്കിൽ സൈസ് എസ്സിൽ ഇത് കിട്ടുമോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഡു യു ഹാവ് ദിസ് ഇൻ സൈസ് എസ്? ഡു യു ഹാവ് ദിസ് ഇൻ സൈസ് എൽ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് ബ്ലാക്ക് കളറാണ്, നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, വേറെ കളറിൽ ഇത് കിട്ടുമോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഡു യു ഹാവ് ദിസ് ഇൻ അനദർ കളർ? ഡു യു ഹാവ് ദിസ് ഇൻ അനദർ കളർ? കോളിംഗ് ഔട്ട് ഫോർ ഹെൽപ്പ് അല്ലെങ്കിൽ ആസ്കിങ് ഫോർ ഹെൽപ്പ്. നമുക്കൊരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കണം. ഇംഗ്ലീഷിൽ നമുക്ക് പല രീതികളിൽ ഹെൽപ്പ് ചോദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. കെൻ യു ഹെൽപ്പ് മീ പ്ലീസ്? എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? കുഡ് യു ഗിവ് മീ എ ഹാൻഡ്? ഒരു കൈ തന്ന് സഹായിക്കാമോ? വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം കേട്ടോ, വുഡ് യു മൈൻഡ് അസിസ്റ്റിംഗ് മീ? നമ്മളിപ്പോൾ ഒരു പുതിയ ജോലിയിൽ കയറി, അപ്പോൾ നമ്മൾ കോ വർക്കറിൻ്റെ അടുത്ത് നമ്മൾ ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെ വുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് അസിസ്റ്റിംഗ് മീ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഒരു ഡിഷിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് എങ്ങനെയാണ് ഹെൽപ്പ് ചോദിക്കുക? ഐ എം നോട്ട് ഷുവർ, കെൻ യു എക്സ്പ്ലെയിൻ ദിസ് പ്ലീസ്? ഐ എം നോട്ട് ഷുവർ, കെൻ യു എക്സ്പ്ലെയിൻ ദിസ് പ്ലീസ്? നമ്മൾ ഒരു ലെസൺ, പുതിയതായിട്ടൊരു ലെസൺ പഠിക്കുകയാണ്, അപ്പോൾ നമുക്കത് അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോൾ നമ്മളെങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കും? ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമ്മളൊരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലൊക്കെ പോയി നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ? എന്തെങ്കിലും പേപ്പർ വർക്ക്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ആരെങ്കിലും അടുത്തും ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഐ എം നോട്ട് ഷുവർ, കെൻ യു എക്സ്പ്ലെയിൻ ദിസ് പ്ലീസ്? അല്ലെങ്കിൽ കെൻ യു അസിസ്റ്റ് മീ പ്ലീസ് എന്ന് ചോദിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ ടിപ്സ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ.